അയ്യപ്പേട്ട, ഷൈൻ ടോം ചാക്കോ. അദ്ദേഹത്തെ ആ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇരുന്നിടത്ത് ഇരിപ്പുറക്കാത്ത പലതരത്തിലുള്ള ഒരു എന്താ ചേഷ്ടകളുമായിട്ട്, അതെ അതെ, ആ തരത്തിൽ തുള്ളിക്കളിക്കുന്ന ഒരാളായിട്ട് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ വിഷുദിനത്തിലെ പ്രത്യേക പരിപാടിക്ക് മനോരമ ന്യൂസ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ അവരെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ പൊതുപരിപാടികൾ വെച്ചിട്ടാണെങ്കിൽ പോലും യാതൊരു എന്താ പറയുക, പൊതുസ്ഥലത്താണ് നിൽക്കുന്നത്, സ്ഥലകാല ബോധമില്ലാത്ത, വെളിവില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് തന്നെയാണ് പൊതുവിൽ എല്ലാവരും വിലയിരുത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന നടനാണ് ഇപ്പോൾ വിൻസിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് വന്ന് നിൽക്കുന്നതും. ഈ നടനിലൂടെ പറയപ്പെടുന്നത് ഈ നടൻ്റെ മാത്രം കാര്യമല്ലല്ലോ. ഈ നടനിലൂടെ പറയപ്പെടുന്നത് മലയാള സിനിമാ മേഖലയെ ഒന്നടങ്കം എന്താ പറയുക, പ്രതികൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്താണ് അതിൽ കൂടുതൽ വിവരങ്ങൾ? അതായത് നമ്മൾ ചില ഗസ്റ്റുകളെയൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട് ഈ വിഷയങ്ങളൊക്കെ. അപ്പോൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ കേസ് ഷൈൻ ടോം ചാക്കോയിൽ തന്നെ തുടങ്ങി ഷൈൻ ടോം ചാക്കോയിൽ തന്നെ അവസാനിക്കാനാണ് സാധ്യത കൂടുതൽ. കാര്യം ഏതാണ്ട് 2014 ഈ കേസ് വന്നപ്പോൾ കോടതിക്ക് മുന്നിൽ തെളിവുകൾ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഷൈൻ ടോം ചാക്കോയെ 3 നടിമാരോടൊപ്പമാണ് ലഹരി മരുന്ന് 3-4 നടിമാരോടൊപ്പമാണ് ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് 2014 അറസ്റ്റ് ചെയ്തത്. അന്ന് പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങളൊന്നും ശക്തമല്ലായിരുന്നു. ഷൈനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അന്ന് ജഡ്ജ് പറഞ്ഞത് പ്രോസിക്യൂഷൻ പരാജയമാണ് ഈ കേസിൽ, അതുകൊണ്ട് തന്നെ ഷൈനെ എതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല എന്ന് കേസിലെ ജഡ്ജ് പറയുക എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ എന്ത് പണിയാണ് ചെയ്തത്? പ്രോസിക്യൂഷൻ വിടുപണിയാണോ ചെയ്തത്? ഉറപ്പാണ്. ആ വിടുപണി ചെയ്തതുപോലെ തന്നെ മറ്റൊരു വിടുപണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക് പോകുന്നത് എന്നാണ് വിദഗ്ധരായിട്ടുള്ള അഡ്വക്കേറ്റുമാരൊക്കെ നമ്മൾ ചോദിച്ചവരൊക്കെ നമ്മളോട് പറഞ്ഞത്. ഈ കേസിൽ ഇനി 1 മാസത്തെ സമയം തിരുവനന്തപുരത്തോ മറ്റോ കൊണ്ടാണ് ഇദ്ദേഹം ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതാണോ എന്ന് കണ്ടുപിടിക്കാനായി തെളിവിന് അയച്ചിരിക്കുന്നത്. അതിൻ്റെ അനുബന്ധ അന്വേഷണങ്ങൾക്ക് നാളെ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇന്നേ വന്നേക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ട, വരണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സോഴ്സുകൾ, അദ്ദേഹത്തിന് എത്തിക്കുന്നവരെ പിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും അറിയാം, മലയാള സിനിമ എന്ന് പറയുന്നത് സർക്കാരിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സോഴ്സാണ്. അതുമല്ല നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൗട്ട് ചെയ്ത് കണ്ടു, വേറെ അതിൻ്റെ അനുബന്ധ നടപടികൾ ചൗട്ട് ചെയ്ത് കണ്ടു. അങ്ങനെയാണ് പൊതുവിൽ പറയപ്പെടുന്നത്. എന്താ പ്രീത അതിൽ എന്തെങ്കിലും ഇതില് ഇത്തവണ അത്രയ്ക്കും കൂടെ പ്രോസിക്യൂഷൻ ഇതാവുമോ എന്നുള്ളതാണ്. കാരണം ഇത്തവണ രാസലഹരി അടക്കം താൻ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതൊക്കെ, അത് മാത്രമല്ല ഇത് മാറാൻ വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ആയിരുന്നു എന്നുള്ളതുമൊക്കെ തുറന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഓൾറെഡി സ്പഷ്ടമാണ് ലഹരി ഉപയോഗിക്കാറുണ്ട് ഷൈൻ ടോം ചാക്കോ എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ മറ്റു പല നടന്മാരുടെയും ഒക്കെ പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീനാഥ് ഭാസിയുടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രയാഗ മാർട്ടിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നതാണ്. മാത്രമല്ല ഇതിൽ ഇതുവരെ പിന്തുണച്ചവരെ എല്ലാവരെയും നിഷ്പ്രഭമാക്കുന്നതാണ്. ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഷൈൻ്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതുവരെ അങ്ങനെയല്ല എന്ന് പറഞ്ഞവരെല്ലാം അവിടെ ഇല്ലാതെയായി പോയി. മാത്രമല്ല ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് ഒരാളിൽ മാത്രം ഒതുക്കുക എന്നുള്ളത് അത് അത്ര എന്താ പറയുക, ഷൈൻ ടോം ചാക്കോയിൽ മാത്രമല്ല, ഈ വിഷയം ഇനി ഒതുക്കി തീർക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇടപെടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം, ഈ പറയുന്ന ഷൈന് ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി തസ്ലിമ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഷൈൻ ടോമിനെയും ശ്രീനാഥ് ഭാസിയെയും വിളിച്ചിരുന്നുവെന്നും അതിൽ ശ്രീനാഥ് ഭാസി പറഞ്ഞിരുന്നു വിളിച്ചിട്ടുണ്ടെന്ന ഒടുവിൽ അവരുടെ വാട്സപ്പ് ചാറ്റും ഒക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട്, പേര് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അത്ര എളുപ്പത്തിൽ കഴിഞ്ഞ തവണ എങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെട്ടുവോ അത്ര എളുപ്പത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ടൊരു പോക്കിന് സാധ്യത കാണുന്നില്ല. കാരണം ഈ കാര്യങ്ങളും കൂടി കിടക്കുകയാണ്. അപ്പോൾ ലിങ്ക് ചെയ്ത് കിടക്കണം. അപ്പോൾ
മുൻകാല ചരിത്രമുണ്ട്. അവിടെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത് കൊണ്ടാണ്. അവിടെ അപ്പോൾ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ള വാദം അവിടെ വരുന്നില്ല. പ്രോസിക്യൂഷൻ തെളിവ് ഹാജരാക്കാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് ഈ പ്രയാഗ മാർച്ചിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ തസ്ലിമ എന്ന് പറയുന്ന ഹൈബ്രിഡ്, അതെ ഏറ്റവും അടുത്ത് ഹൈബ്രിഡ് സിറാജ് എന്ന് പറയുന്ന അയാളെ കിട്ടാനാണ് ഇനി കാത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഷൈൻ ടോമിന് മുൻപിൽ എന്താണ് ഒരു വഴി എന്നുള്ളത് തെളിയുമ്പോഴാണ് ഈ പറയുന്നതിൽ NDPS ആക്ട് എന്ന് പറയുന്നത്, അതായത് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ആണ്. ആ ആക്ട് പ്രകാരം ഇനി ഒരു നല്ല പിള്ള ചമയൽ മുഖമുണ്ട്. അങ്ങനെ ഒരു സംഭവം ഈ ആക്ട് പ്രകാരം വന്നിട്ടുണ്ടെങ്കിൽ ഷൈന് രക്ഷപ്പെടാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്ട് പ്രകാരം സെഷൻ 27A പ്രകാരമുള്ള, അതായത് ലഹരി ഉപയോഗിച്ചുവെന്ന കുറ്റം മാത്രമുള്ള കേസിൽ പ്രതിയാകുന്ന ഒരാൾക്ക് ലഹരിയുടെ ആസക്തിയിൽ നിന്ന് ഒഴിവാകണമെന്നുണ്ട്, അതായത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷക സംഘം തന്നെ അവരെ ചികിത്സയ്ക്ക് റെഫർ ചെയ്യും. അതാണ് ഇതിലുള്ള ഒരു ലൂപ്പ് ഹോൾ ഇനി കിടക്കുന്നത്. ഒരു ലൂപ്പ് ഹോൾ ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. അതില് ഇദ്ദേഹത്തിന് ചാൻസ് കിടക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതോടെ തന്നെ നിയമ നടപടിയൊക്കെ ഒഴിവാക്കി നിർത്തും. അപ്പോൾ NDPS സെഷൻ 64A പ്രകാരമാണ് ഈ പരിരക്ഷ നൽകുന്നത്. അപ്പോൾ ചെറിയ അളവിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു കാര്യം ബാധകമാകുക. അപ്പോൾ പോലീസോ എക്സൈസോ പ്രതിയാക്കിയ ഒരാൾ ചികിത്സയ്ക്കുള്ള താല്പര്യം കോടതിയിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ NDPS സെഷൻ 39 പ്രകാരവും ഈ ആനുകൂല്യം കിട്ടുമെന്നാണ് പറയുന്നത്. അതേസമയം ചികിത്സ പൂർത്തിയാക്കാതെ പോവുകയോ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും സമാന കുറ്റകൃത്യത്തിന് പിടിക്കപ്പെടുകയോ ചെയ്താൽ വീണ്ടും നിയമ നടപടിയൊക്കെ നേരിടേണ്ടി വരുമെന്നാണ് ഈ ആക്ട് പ്രകാരമുള്ള കാര്യം. അതായത് ഇനിയിപ്പോ ഷൈൻ ടോമിന് വേണമെങ്കിൽ നിരുപാധികം പറയാം, അതായത് കോടതിക്ക് മുമ്പാകെ പറയാം പുരുഷു രക്ഷിക്കണം എന്ന്. ഷൈൻ്റെ ഒരു രീതി അനുസരിച്ച് അതിനുള്ള സാധ്യത കൂടുതലാണ്. അതായത് എനിക്കിനി ഒരു രക്ഷപ്പെടണം, എനിക്ക് ഡി അഡിക്ഷൻ സെന്ററിൽ പോകണം എന്നൊക്കെ പറയാൻ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും യാതൊരു മടിയും കാണാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നീക്കം നടത്താനുള്ള സകല സാധ്യതകളും ഷൈൻ ടോമിന്റെ ഈ കേസിൽ കിടക്കുന്നുണ്ട്. അതാണ് ഇനിയൊരു ലൂപ്പ് ഹോൾ ഉള്ളത്. കാരണം ഇത്രയും കാര്യങ്ങൾ ചേർന്ന് കിടക്കുകയാണല്ലോ. അപ്പോൾ സാധാരണ പോലെ അങ്ങ് രക്ഷപ്പെട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇനി ഒരു നല്ല പിള്ള ചമയൽ മാത്രമാണ് ഇതിൽ കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിലെ ഈ പറയുന്ന കഞ്ചാവ് വിതരണം ചെയ്യുന്ന ആളുണ്ടല്ലോ, കഞ്ചാവ് വിതരണം ചെയ്യുന്ന ആളിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ എത്ര കാലം ഇവൻ ഇങ്ങനെ കഞ്ചാവ് കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന മയക്കുമരുന്ന്, കഞ്ചാവല്ല MDMA അതൊക്കെ ഇയാൾക്ക് ചിലപ്പോൾ എതിരാകാൻ സാധ്യതയില്ല. ഇപ്പൊ പോലീസിന്റെ റഡാറിൽ ഈ പറയുന്ന പേരെന്താ സിറാജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷമിക്കുക. അതായത് ഇത്തരത്തിൽ ആര് ആണോ ഇത് നൽകുന്നത് അയാളെ കൂടെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ എത്ര അളവിൽ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം, എത്ര നാൾ കൊണ്ട് ഈ കുറ്റകൃത്യം ചെയ്യുന്നു എന്നുള്ള കാര്യം, അതെല്ലാം തെളിഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന സ്വയം നിരപരാധിയാണ്. ശരിയാണ് ചേട്ടൻ പറയുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. പക്ഷെ ഈ ഒരു അഭിനയ സിദ്ധി കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം, ഒരു പ്രതി തനിക്ക് ഇതിൽ നിന്ന് മുക്തമാകണമെന്നുണ്ട് എന്നൊരു ആവശ്യം പറയുകയാണെങ്കിൽ അതിന്മേൽ എന്തൊരു നടപടി എടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും പോലീസ് അത്ര എളുപ്പമാകില്ല. 10 കൊല്ലം മുമ്പ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട സ്ഥലത്ത് ഇനിയിപ്പോ എങ്ങനെ പെരുമാറും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന സ്വയം ക്ഷമ ചോദിക്കലും പിന്നെ എനിക്ക് നന്നാവണം എന്ന് പറയുന്നതും 10 കൊല്ലം മുമ്പ് ഇയാൾക്ക് പറയാമായിരുന്നു, പറഞ്ഞില്ല, വീണ്ടും ഉപയോഗിച്ചു. ഇപ്പൊ വരുന്നതിന് മുമ്പ് ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു അല്ലേ? എന്തായാലും സർക്കാരിനെയും നിയമവ്യവസ്ഥയെയും മക്കാരാക്കാൻ ഒരു അഭിനേതാവ് എന്ന രീതിയിൽ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടെ, സർക്കാർ ഈ കാര്യത്തിൽ എടുക്കുന്ന നടപടിയാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലൊന്നും കാര്യമായ ഒരു കാര്യം ഉണ്ടായില്ല. ആ സമയം മുതൽ ഇതിനു മുൻപും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവരിൽ നിന്ന് കഞ്ചാവും MDMA അടക്കം പിടിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നടപടികൾ ഉണ്ടായിട്ടില്ല. അന്ന് മുതൽ ഇത് കിടക്കുന്നുണ്ട്. വൻ ഒത്തുകളി പൂർവ്വചരിത്രത്തിൽ പല ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും വൻ ഒത്തുകളി നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബ്രേക്കപ്പ് വരുന്നത് തന്നെ എന്തിനാണ്? മുൻകൂട്ടി തയ്യാറാക്കുന്ന എന്തെങ്കിലും തിരക്കഥയ്ക്ക് വേണ്ടിയാണോ? ഇനി ആ തിരക്കഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു നാടകമാണോ നമ്മളെല്ലാം കാണാൻ പോകേണ്ടത്? അങ്ങനെ നിരവധി നാടകങ്ങൾ നമ്മൾ കണ്ടു. ഇനി മറ്റൊരു നാടകം കൂടെ കാണാൻ നമുക്ക് കാത്തിരിക്കുന്നു.